രാജുവിന് ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു കോമഡി ഒട്ടും വഴങ്ങാൻ തോന്നില്ല, സുഖമായിട്ടൊക്കെ ഒട്ടും സീരിയസ് ആയിട്ടൊക്കെ ഉള്ള സംഭവം. പക്ഷേ ക്ലാസ്മേറ്റ്സും കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ അമർ അക്ബർ ആന്റണി വന്നില്ലേ, ഞാൻ ഇവനാള് കൊള്ളാം, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലേ പറഞ്ഞത്. ഇവർ രണ്ടുപേരും കൂടി സീനുണ്ടല്ലേ, പ്രതികാരം നാളെ ചെയ്യാം അല്ലേ എന്നൊക്കെ പറഞ്ഞു. ആ സീനൊക്കെ ഞാനിങ്ങനെ തിയേറ്ററിൽ അങ്ങനെ ചിരിച്ചുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇവര് കോമഡിയൊക്കെ വരുമല്ലേ. പിന്നെ അതെ, പിന്നെ അത് കഴിഞ്ഞ് പലയിടത്തും ഇങ്ങനെയൊക്കെയുള്ള സീനുകളില് അങ്ങനെയൊക്കെ അപ്പൊ അത് ഉണ്ട്. പക്ഷെ രാജുവിനെ ആദ്യമേ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഹീറോ ആയിട്ട് അങ്ങ് പ്രസന്റ് ചെയ്തു നന്ദനത്തില്. അപ്പൊ ആ ട്രാക്കിലൂടെ മാത്രമാണ് രാജു സഞ്ചരിക്കുന്നത്. ഇന്ദ്രൻ അങ്ങനല്ല, എല്ലാം ചെയ്യും. ഹീറോ എന്നൊക്കെയുള്ളത് കൂടുതൽ ഇപ്പോഴാ സഹനടന്റെ വേഷവും അത്യാവശ്യം കോമഡി കലർന്ന വേഷങ്ങളും എല്ലാം. പക്ഷേ ഇതിൻ്റെ നല്ല കുറേ പടങ്ങളുണ്ട്. ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് മറ്റേ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും പറയാം, അസാധ്യ നല്ല പെർഫോമറാണ് ഇന്ദ്രൻ. ഇന്ദ്രനെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. പക്ഷെ അവൻ ഈ എല്ലാത്തരം വേഷങ്ങളും ചെയ്തത് കൊണ്ടാണ് അവന്റെ അഭിനയത്തിനെ കുറിച്ചൊരു വിലയിരുത്തൽ വരുമ്പോൾ ഏത് പടം പറയണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത്. സീരിയസ് പറയണോ കോമഡി പറയണോ? ചിലർ ക്ലാസ്മേറ്റ്സിൽ പടി തൊട്ട് കണ്ടു വയ്ക്കും, എത്ര വെമ്പിള്ളാരെ ചവിട്ടിയ പടിയാണ് അതിനെ കുറിച്ച് പറയുന്നവരുണ്ട്. ചിലര് മറ്റേ സിനിമയിൽ മറ്റേ ആ കഥകളി അത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പലരും പല പടങ്ങൾ പറയും. രാജു എന്ന് പറയുന്ന ഒരു ഹീറോ കൺസെപ്റ്റാണ് അവനുള്ളത്. രണ്ടുപേരും അവരവരുടെ സത്യം എനിക്ക് അങ്ങനെ രണ്ടുപേരോടും എനിക്ക് ബഹുമാനമാണ്. കാരണം എനിക്ക് കൊടുക്കുന്നത് ഡയറക്ടർമാർ പറയുന്ന പോലെ അഭിനയിക്കാനും ഒക്കെ. പക്ഷെ കുറെ കൂടെ ഈ സിനിമയുടെ ഈ ബോഡിയും കാര്യങ്ങളും അതും ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് രാജു. ഇന്ദ്രൻ അങ്ങനെയല്ല, ശ്രദ്ധിക്കത്തില്ല എന്നല്ല. ഇന്ദ്രൻ അടുത്ത പടത്തിനകത്ത് 5 കിലോ 6 കിലോ കുറച്ചോണ്ട് വരും. പക്ഷെ അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത പടം വരും വീണ്ടും പോയി 6 കിലോ തിരിച്ചു പിടിച്ചോണ്ടേ അവൻ പോകത്തുള്ളൂ. അതേ ഉള്ളു വേറെ. പിന്നെ അമ്മേനെ കാണുമ്പോൾ എനിക്ക് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇങ്ങനെ വെറൈറ്റി സാരികൾ എവിടെ നിന്നാണ് ഇറക്കുന്നത്? എന്റെ ദൈവമേ, അത് പറഞ്ഞാൽ പ്രത്യേക കാശ് വല്ലതും കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ സ്ഥിരമായിട്ട് സാരി എടുക്കുന്നത് കല്യാൺ സിൽക്ക്. അച്ഛാ എന്റെ കാര്യം ഞാൻ പറഞ്ഞത്, എന്റെ മോനാണ് എന്റെ ബ്രാൻഡ് അംബാസഡർ. ഞാൻ എപ്പോഴും കളിയാക്കും ആ കടയിച്ചതിന് തുണി എടുക്കുമ്പോ. മോന് ബ്രാൻഡ് അംബാസഡറായിട്ട് പരിസ്ഥിതിയിലൊക്കെ ഹായ് ഓണം ക്രിസ്മസ് റംസാനൊക്കെ പറഞ്ഞു വെച്ച് കാശ് വാങ്ങിച്ച് അങ്ങ് പോകും. അമ്മ ഇവിടെ വന്ന് കിടന്ന് കിട്ടുന്ന കാശെല്ലാം തുണി വാങ്ങിച്ച് ആഡി സെയിലിനും കോംബോ സെയിലിനും ഒക്കെ. തിരുവനന്തപുരത്തെ മാനേജറുണ്ട് ഒരു ശ്രീജിത്ത്, വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ പറയാം എന്റെ ശ്രീജിത്തെ എന്റെ പിള്ളേർ ആരെങ്കിലും ഇവിടെ വരാറുണ്ടോ? ഇല്ലല്ലോ, കാശ് അപ്പൊ അവര് പറയും. അപ്പൊ സത്യം അത് പറയുന്നുണ്ട്. അയ്യോ ചേച്ചി സത്യമായിട്ട് എല്ലാവർക്കും ചേച്ചി അവിടെ ചെല്ലുമ്പോഴും പിള്ളേരെല്ലാം ഓടി വരും ഫോട്ടോ എടുക്കാനും അതിനും ഇതിനും ഒക്കെ ആയിട്ട് വലിയ കാര്യമാണ്. പിന്നെ വളരെ ഹോംലിയാണ് അവിടെ ചെല്ലുമ്പോൾ. അത് ഞാനായോണ്ടല്ലോ കേട്ടോ, പലർക്കും അവർ ചെന്ന് ഇരുന്നിച്ച് നേരം ആയിക്കഴിഞ്ഞാൽ കാപ്പി കൊടുത്തു, തണുത്ത വെള്ളം, അത് എല്ലാ കടകളും ഇപ്പോൾ തരുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ ഒരു പരിചയമായിപ്പോയി. അന്ന് ഇത്രയൊന്നും ഇല്ല. ഇവനിങ്ങനെ തുടങ്ങിയ സമയത്ത് ആ കുടുംബമായിട്ട് എനിക്കിപ്പം ഇതിൻ്റെ പ്രകാശനം അല്ലെങ്കിൽ മാത്രമല്ല, എനിക്ക് കല്യാൺ സിൽക്സ് അറിയാം, കല്യാൺ ജുവലേഴ്സ് അറിയാം. ഇവരെ 3 പേരെയും ഞാൻ ഫ്ലൈറ്റിൽ അവിടെ ഇവിടെയൊക്കെ വെച്ച്. അപ്പോൾ ആ കുടുംബവുമായിട്ടും എനിക്ക് പരിചയമുണ്ട്. പലപ്പോഴും പല വിശേഷങ്ങൾക്കും ചേച്ചി വരുമെന്ന് ചോദിച്ച് വിളിക്കാറുമുണ്ട്.